നമസ്കാരം എല്ലാ പ്രിയ പ്രേക്ഷകർക്കും ലോകവാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാനപ്പെട്ട ലോകവാർത്തകൾ വളരെ വിശദമായി പരിശോധിക്കാം. യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കനത്ത പ്രഹരമായി സുപ്രീം കോടതി വിധി വന്നിരിക്കുന്ന കാര്യം നമുക്കറിയാം. ട്രംപ് ഏർപ്പെടുത്തിയ പകരം ചുങ്കം നിയമവിരുദ്ധമെന്നാണ് സുപ്രീം കോടതി വിധിച്ചത്. ചുങ്കം ചുമത്താൻ ട്രംപിന് അധികാരമില്ലെന്നും അതിനുള്ള അടിയന്തര സാമ്പത്തിക സാഹചര്യം ഇപ്പോഴില്ലെന്നും കോടതി പറഞ്ഞു. ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഉത്തരവാണ് സുപ്രീം കോടതി പുറപ്പെടുവിച്ചത്. 1977 ഒരു നിയമം ഉപയോഗിച്ച് ഏകപക്ഷീയമായി നികുതികൾ അടിച്ചേൽപ്പിക്കാൻ പ്രസിഡന്റിന് അധികാരമില്ലെന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. ട്രംപിന്റെ നടപടിക്കെതിരെ നികുതി വർധനവ് ബാധിച്ച പ്രമുഖ കമ്പനികളും ഡെമോക്രാറ്റിക് പാർട്ടി ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളും ഹർജി നൽകിയിരുന്നു. ഈ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ ഈ നിർണായക ഇടപെടലുണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, തന്റെ സാമ്പത്തിക വിദേശ നയങ്ങളുടെ പ്രധാന ആയുധമായാണ് ട്രംപ് പകരച്ചുങ്കത്തെ ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പ്രസിഡന്റിന്റെ അമിത അധികാര പ്രയോഗത്തിനേറ്റ തിരിച്ചടിയാണ് ഇപ്പോൾ സുപ്രീം കോടതി വിധി. ട്രംപ് താരിഫുകളെ ഒരു പ്രധാന സാമ്പത്തിക വിദേശ നയ ഉപകരണമായി ഉപയോഗപ്പെടുത്തിയെന്നും കോടതി നിരീക്ഷിച്ചിട്ടുണ്ട്. പല രാജ്യങ്ങളെയും അധിക തീരുവ കാട്ടിയാണ് ട്രംപ് ഭീഷണിപ്പെടുത്തിയിരുന്നത്. ഇന്ത്യ അടക്കം പല രാജ്യങ്ങളും വ്യാപാര കരാറിന് തയ്യാറായതും അങ്ങനെയാണ്. ദേശീയ അടിയന്തരാവസ്ഥകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ള നിയമത്തിന് കീഴിലാണ് ട്രംപ് താരിഫുകൾ ചുമത്തിയതെന്ന് വിധിയിൽ കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ എന്നാൽ ട്രംപ് വെറുതെ ഇരിക്കാനൊന്നും തയ്യാറായിട്ടില്ല. പകരച്ചുങ്കം റദ്ദാക്കിയ യുഎസ് സുപ്രീം കോടതി വിധിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുകയാണ് ഇപ്പോൾ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വിധി നിരാശാജനകമെന്നും ബദൽ നിയമങ്ങൾ ഉപയോഗിച്ച് ഇറക്കുമതി തീരുവകൾ പുനഃസ്ഥാപിക്കുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. താരിഫിനെതിരെ വിധി പ്രസ്താവിച്ച ജഡ്ജിമാർക്കെതിരെയും അമേരിക്കൻ പ്രസിഡന്റ് രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ജഡ്ജിമാർ ഭരണഘടനയോട് അനുസരണയില്ലാത്തവരും രാഷ്ട്രീയ കളിപ്പാവകളുമാണെന്നാണ് ട്രംപ് ഇപ്പോൾ വിമർശിച്ചത്. ദേശസ്നേഹമില്ലെന്നും ട്രംപിന്റെ വിമർശനമുണ്ട്. ചില വിദേശ താൽപര്യങ്ങൾ അവരെ സ്വാധീനിച്ചിട്ടുണ്ടാവാമെന്നും ഗുരുതര ആരോപണവുമായാണ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. തീരുവകൾ ചുമത്താൻ തനിക്ക് പരമാധികാരമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിന്നാലെ 5 മാസത്തേക്ക് ആഗോളതലത്തിൽ 10% അധിക തീരുവയും ചുമത്തിയിട്ടുണ്ട്. ഇതോടെ ഇന്ത്യക്ക് മേലുള്ള താരിഫ് 18% മാറിയിരിക്കുകയാണ്. കോടതി വിധിക്ക് പിന്നാലെയാണ് ട്രംപിന്റെ ഈ പ്രഖ്യാപനം. ഇനി നമുക്കറിയാം, നിരന്തരം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ അവകാശവാദം ഉന്നയിച്ച് മുന്നോട്ട് വരുന്ന ഒരാളാണ് ഡൊണാൾഡ് ട്രംപ്. അതായത് ഈ യുദ്ധം അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ടെന്നും താനാണ് ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിച്ചതുമെന്നാണ് ട്രംപിന്റെ അവകാശവാദം. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനെയും വിടാതെ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങളും നിഷേധിക്കുന്നതിനിടെ 2025 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ താൻ ഇടപെട്ട് മധ്യസ്ഥത വഹിച്ചുവെന്ന അവകാശവാദമാണ് ട്രംപ് വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത്. ബോർഡ് ഓഫ് പീസ് ചടങ്ങിൽ സംസാരിക്കവെയാണ് ട്രംപിന്റെ ഈ അവകാശവാദം വീണ്ടും ഉണ്ടായിരിക്കുന്നത്. ഇരു രാജ്യങ്ങളും പോരാട്ടം അവസാനിപ്പിച്ചില്ലെങ്കിൽ 200% ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് താൻ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ട്രംപ് അവകാശപ്പെട്ടിട്ടുണ്ട്. ഇനി ഗസയിലേക്കാണ്. അവിടെ റമദാനിലെ ആദ്യ വെള്ളിയാഴ്ചയിൽ പോലും പുണ്യ ആരാധനീയമായ മസ്ജിദുൽ അക്സയിൽ പ്രാർത്ഥനയ്ക്കെത്തിയ വിശ്വാസികളെ തടഞ്ഞിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. 12 വയസ്സ് വരെയുള്ള കുട്ടികളെയും 55 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാരെയും 50-ന് മുകളിലുള്ള സ്ത്രീകളെയുമാണ് ചെക്ക് പോയിന്റ് വഴി അവർ കടത്തിവിട്ടത്. 10,000 പേർക്ക് പ്രവേശനം അനുവദിച്ചുവെന്ന് ആദ്യം ഇസ്രായേൽ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇസ്രായേലിലെ ചാനൽ 12 റിപ്പോർട്ട് അനുസരിച്ച് 2000-ഓളം പേര് മാത്രമേ ഇപ്പോൾ കടത്തിവിട്ടിട്ടുള്ളൂ എന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഫലസ്തീനുകൾക്ക് നേരെ ഇസ്രായേലി കുടിയേറ്റക്കാരുടെ അതിക്രമം തുടരുകയാണ്. സൈന്യത്തിന്റെ പിന്തുണയോടെയാണ് അക്രമം. കഴിഞ്ഞ ദിവസം ഫലസ്തീനി യുവാവിനെ കുടിയേറ്റക്കാർ കൊലപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. വെടിനിർത്തൽ വകവയ്ക്കാതെ ഗസയിൽ ഇടയ്ക്കിടെ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണവും തുടരുകയാണ്. നമുക്കറിയാം, ഗസക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും എല്ലാം റമദാൻ മാസമാണ്. പക്ഷേ അതിനിടയിൽ പോലും ഇസ്രായേൽ സൈന്യം ഈ ഡ്രോൺ ആക്രമണങ്ങളും മറ്റുള്ള അനീതികളും എല്ലാം തുടരുന്നു എന്നത് വളരെയധികം സങ്കടകരമാണ്. ആണവ കരാറിന് പ്രേരിപ്പിക്കാൻ ഇറാനുമേൽ പരിമിത തോതിലുള്ള ആക്രമണം അനിവാര്യമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അർത്ഥവത്തായ കരാറിന് ഇറാൻ ഉടൻ തയ്യാറാകണമെന്നും ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. ഇറാനെ ആക്രമിക്കാൻ വ്യോമകേന്ദ്രങ്ങൾ അനുവദിക്കില്ലെന്ന് ബ്രിട്ടൻ. അമേരിക്കയുടെ യുദ്ധസന്നാഹവും ഭീഷണിയും തടയണമെന്ന് ഐക്യരാഷ്ട്ര സംഘടനയോട് ഇറാൻ. ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമെന്ന് ഇസ്രായേൽ. ഇതിനിടെ ഇറാനെ ആക്രമിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ നീക്കങ്ങൾക്ക് തുടക്കത്തിലെ തിരിച്ചടി നൽകിയിരിക്കുകയാണ് UK. ആക്രമണത്തിനായി UKയുടെ റാഫ് ബേസുകൾ വിട്ടു നൽകില്ലെന്നാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ പറഞ്ഞത്. UKയുടെ വ്യോമതാവളങ്ങൾ ഉപയോഗിക്കുന്നതിൽ അനുമതി നിഷേധിച്ച വിവരം ദ ടെലിഗ്രാഫ് ദിനപത്രമാണ് റിപ്പോർട്ട്
ചെയ്തത്. യുകെയുടെ ഡിയാഗോ ഗാർഷിയ മിലിറ്ററി കേന്ദ്രം ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാനായിരുന്നു US പദ്ധതിയിട്ടത്. ചാഗോസ് ദ്വീപിലാണ് ബ്രിട്ടന്റെ എയർബേസ് സ്ഥിതി ചെയ്യുന്നത്. യുകെയുടെയും USന്റെയും സംയുക്ത എയർബേസായ ഡിയാഗോ ഗാർഷിയ ഇറാൻ ആക്രമണത്തിന് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. സ്വിൻഡന് സമീപമുള്ള RAF ഫെയർഫോർഡിൽ നിന്നും ദീർഘദൂര മിസൈലുകൾ വിക്ഷേപിക്കാനുള്ള അനുമതിയും UK ഇപ്പോൾ നിഷേധിച്ചിട്ടുണ്ട്. ഇനി ഇസ്രായേലിൽ നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ്. അവിടെ ഇന്ത്യക്കാർക്ക് നേരെ വംശീയ ആക്രമണം ഉണ്ടായിരിക്കുകയാണ്. ഇസ്രായേലി ബ്രോഡ്കാസ്റ്റർ KN ആക്രമണത്തിന്റെ വീഡിയോ പുറത്തുവിട്ടിട്ടുണ്ട്. പൊതു പാർക്കിൽ ഒരു കൂട്ടം അക്രമികൾ 2 ഇന്ത്യൻ യുവാക്കളെ ക്രൂരമായി മർദ്ദിക്കുന്നതാണ് വീഡിയോയിലുള്ളത്. ഇന്ത്യൻ യുവാക്കൾ നടപ്പാതയിലൂടെ നടന്നു പോകുമ്പോൾ ചിലർ ഇവരെ പിന്തുടരുകയും തുടർന്ന് മർദ്ദിക്കുകയും ചെയ്യുന്നതാണ് വീഡിയോയിൽ കാണുന്നത്. ടെലവീവിൽ നിന്ന് 50 കിലോമീറ്റർ അകലെ ഗാസയ്ക്ക് സമീപമുള്ള നഗരമായ ആഷ്കെലോണിലാണ് സംഭവം ഉണ്ടായത്. ആക്രമണം മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത്. ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ വാട്സാപ്പിൽ ആസൂത്രണം ചെയ്തിരുന്നുവെന്നും ആരോപണമുയർന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിൻ്റെ പല വിചിത്രമായ തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും എല്ലാവരും ഇതെന്താ ഇങ്ങനെയൊരു പ്രഖ്യാപനം എന്നുള്ള രീതിയിൽ നമ്മളെയൊക്കെ ചിന്തിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രസ്താവനയും തീരുമാനവുമായി പുറത്തു വന്നിരിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഏറ്റവും ഒടുവിൽ കൂടെയുള്ളവരെ പോലും അത്ഭുതപ്പെടുത്തുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഉത്തരവാണ് ഇപ്പോൾ ട്രംപ് ഇട്ടിരിക്കുന്നത്. അന്യഗ്രഹ ജീവികളെയും അജ്ഞാത ജന്തുക്കളെയും കുറിച്ചുള്ള രഹസ്യരേഖകൾ പുറത്തുവിടണമെന്നാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത്. USന്റെ സൈനിക ആസ്ഥാനമായ പെന്റഗണിനാണ് ഈ ഉത്തരവ് നൽകിയിരിക്കുന്നത്. ട്രൂത്ത് സോഷ്യലിലാണ് രേഖകൾ പുറത്തുവിടണമെന്ന് ഡൊണാൾഡ് ട്രംപ് നിർദ്ദേശിച്ചത്. അന്യഗ്രഹ ജീവികൾ സത്യമാണെന്ന മുൻ പ്രസിഡന്റ് ബാരക് ഒബാമയുടെ ഒരു പരാമർശമാണ് ഇങ്ങനെയൊരു നടപടിക്ക് ട്രംപിനെ പ്രേരിപ്പിച്ചത്. അന്യഗ്രഹ ജീവികൾ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം എനിക്ക് അറിയില്ലെന്നും അതേക്കുറിച്ച് ഒരു അഭിപ്രായവുമില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. ഞാൻ ഒരിക്കലും അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. എന്നാൽ ധാരാളം ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ധാരാളം ആളുകൾക്ക് അത് വിശ്വാസവുമുണ്ട്. രഹസ്യരേഖകൾ പുറത്തുവിട്ട് ഒബാമയുടെ ഈ സംശയം തീർത്തു കൊടുക്കും. അതേസമയം അന്യഗ്രഹ ജീവികളെ ഉണ്ടെന്ന് ഞായറാഴ്ച ഒരു പോഡ്കാസ്റ്റിലാണ് ഒബാമ പറഞ്ഞിരുന്നത്. ആ അഭിപ്രായം അദ്ദേഹം തിരുത്തിയിട്ടുണ്ട്. മറ്റു ഗ്രഹങ്ങളിൽ ജീവൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്നാൽ അന്യഗ്രഹ ജീവികൾ ഭൂമിയിൽ വന്നതിന്റെ തെളിവൊന്നും തനിക്ക് ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം പിന്നീട് വിശദീകരിച്ചിട്ടുണ്ട്.